അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിലമ്പൂർ MLA PV അൻവറിനെ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന രീതിയിൽ ഭീകരമായ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അർദ്ധരാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി ബലമായി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിരിക്കുന്നു. പിണറായി വിജയന്റെ പോലീസിനെ ഇതിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വിശദമായ വിവരണത്തിന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ PV അൻവറിന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊല്ലുന്നു. ആന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഒന്നടങ്കം ഇളകിക്കൊണ്ട് DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ഈ മാർച്ചിന് നേതൃത്വം കൊടുത്തത് PV അൻവറാണ്. അങ്ങനെ മാർച്ചിൽ ജനപങ്കാളിത്തം വർദ്ധിച്ചപ്പോൾ, മാർച്ചിലെ മുദ്രാവാക്യങ്ങൾക്കും ഒക്കെ ആവേശം മൂത്തു കഴിഞ്ഞപ്പോൾ DFO ഓഫീസിലേക്ക് അൻവറിന്റെ നേതൃത്വത്തിൽ പോയ ആ പ്രതിഷേധ മാർച്ചിലുള്ള ഏതാനും ഒന്നോ രണ്ടോ വ്യക്തികൾ DFO ഓഫീസിലേക്ക് കല്ലേറ് നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. DFO ഓഫീസിലെ ഫർണിച്ചറുകളെല്ലാം അടിച്ചു പൊളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് കാരണമായത് PV അൻവറാണ്. അൻവറിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രകടനങ്ങൾ വന്നത്. ജനങ്ങൾ അതിക്രമിച്ചു കയറി കുഴപ്പമുണ്ടാക്കിയതെല്ലാം ഇതിന്റെ നായകൻ അൻവറാണ്. അതുകൊണ്ട് ഒരുപാട് രൂപ സർക്കാരിന് നഷ്ടം വന്നിട്ടുണ്ട്. ആ നഷ്ടവുമായി ബന്ധപ്പെട്ട കേസ് അൻവറിന്റെ പേരിൽ കേസെടുക്കാനാണ് അൻവറിനെ അതിക്രമിച്ച് വീട്ടിൽ കടന്നുകൊണ്ട് അറസ്റ്റ് ചെയ്തത്. സർക്കാരിന് വന്ന നഷ്ടം അൻവറിൽ നിന്നും ഈടാക്കണം. അതിന് അൻവറിനെതിരെ കേസ് വേണം. ഇതാണ് ആവശ്യം. അപ്പോൾ അൻവറിനെതിരെ ഒരു പിടിവള്ളി കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. നേരത്തെ അൻവർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് ഗവൺമെന്റിന്റെ പക്ഷത്തായിരുന്നു, ആ മുന്നണിയിലായിരുന്നു. പിന്നീട് അവരുമായി ഇടഞ്ഞുകൊണ്ട് അൻവർ പിണങ്ങിപ്പോവുകയും ഇപ്പോൾ UDFുമായി സഹകരിച്ച് പ്രവർത്തിച്ചു പോകുന്നു. സ്വാഭാവികമായും പിണറായി വിജയന് അൻവറിനോടുണ്ടായ പക, ആ പകയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ കാരണം. അതല്ലാതെ DFO ഓഫീസിനുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് എല്ലാം യാഥാർത്ഥ്യത്തിന് മറയിടാൻ പറയുന്നതാണ്. അങ്ങനെ അല്ല എങ്കിൽ കണ്ണൂർ ADM നവീൻ ബാബു കൊല്ലപ്പെടാൻ ഇടയായ സംഭവം, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നവീൻ ബാബുവിന് കൊടുത്ത യാത്ര അയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്ന് വലിഞ്ഞു കയറുകയും അവിടെ മൈക്കിലൂടെ നവീൻ ബാബുവിനെ അഴിമതിക്കാരൻ എന്ന നിലയിൽ പൊതുജനമധ്യത്തിൽ മൈക്കിലൂടെ അപമാനിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ ചെയ്തതിന്റെ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുത്തപ്പോൾ അവിടെ സർക്കാർ എന്തിനാണ് ദിവ്യയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയത്? അവിടെ സർക്കാർ ദിവ്യക്കൊപ്പമായിരുന്നു. ഇവിടെ അൻവറിനെ എതിർക്കുന്നു, അവിടെ ദിവ്യയെ സഹായിക്കുന്നു. ശരിയുടെ പക്ഷത്താണ്, ന്യായത്തിന്റെ പക്ഷത്താണെങ്കിൽ ദിവ്യക്കെതിരെ കേസെടുക്കാൻ സർക്കാർ കൂട്ടുനിൽക്കണമായിരുന്നു. ദിവ്യയെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെപ്പിക്കണമായിരുന്നു. ഇതൊന്നും സർക്കാർ ചെയ്യാതെ നിർബന്ധിതമായപ്പോൾ മാത്രമാണ് ദിവ്യക്കെതിരെ നടപടിയിലേക്ക് നീങ്ങിയത്. നടപടിയിലേക്ക് നീങ്ങിയപ്പോഴും സർക്കാർ അവിടെ ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു എടുത്തത്. അതുപോലെ തന്നെ മന്ത്രി V ശിവൻകുട്ടി ഏതാനും കാലങ്ങൾക്ക് മുൻപ് കേരള നിയമസഭക്കകത്ത് അടിച്ചുപൊളിയും കയ്യാങ്കളിയും ഒക്കെ നടത്തുകയും ഫർണിച്ചറുകളെല്ലാം തല്ലിപ്പൊളിക്കുകയും ഒക്കെ ചെയ്തു. അവിടെയും സർക്കാരിന് വൻ നഷ്ടമുണ്ടായിട്ടുണ്ട്. ശിവൻകുട്ടി തല്ലിപ്പൊളിക്കുന്ന വിഷ്വൽ ലോകം മുഴുക്കെ കണ്ടതാണ്. അതുകൊണ്ട് ശിവൻകുട്ടി നിരപരാധിയാണെന്ന് പറയാൻ പറ്റില്ല. അവിടെയും ശിവൻകുട്ടിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇന്നത്തെ മുഖ്യമന്ത്രി, അന്ന്
UDFന്റെ ഭരണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, ശിവൻകുട്ടി അടിച്ചുപൊളി ഉണ്ടാക്കിയ സമയത്ത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ തീരുമാനം ന്യായമാണ്, സത്യസന്ധമാണ്, സന്തുലിതമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം VP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ തുടക്കത്തിൽ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ ശിവൻകുട്ടി അടിച്ചു പൊളിച്ചപ്പോഴും ശിവൻകുട്ടിയെ ന്യായീകരിക്കുന്ന നിലപാട്, VP ദിവ്യയെ ന്യായീകരിക്കുന്ന നിലപാട്. പക്ഷേ PV അൻവറിന്റെ വിഷയം വന്നപ്പോൾ അവിടെ പ്രതികാര നടപടി. അതുകൊണ്ടൊരു മുഖ്യമന്ത്രിക്ക് യോജിച്ച നടപടിയല്ല ഇത്. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നീതിമാനായിരിക്കണം. എല്ലാവരെയും തുല്യ അളവിൽ തുല്യ നീതിയിൽ യാതൊരുവിധ ജാതി മത വിദ്വേഷവും കൂടാതെ എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കുന്നവൻ ആയിരിക്കണം മുഖ്യമന്ത്രി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മുഖ്യമന്ത്രിയാണോ ഖലീഫമാരെ തള്ളിപ്പറഞ്ഞത്? ഖലീഫമാർ എങ്ങനെ ജീവിച്ചവരാണ് എന്ന് മുഖ്യമന്ത്രി ഖലീഫമാരുടെ ചരിത്ര പുസ്തകങ്ങൾ ഒന്ന് വായിച്ചു നോക്കി അല്പം വിവരം വെക്കേണ്ടതാണ്. ഈ ഖലീഫമാരെ തീവ്രവാദവൽക്കരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി എവിടെ നിൽക്കുന്നു, ഖലീഫമാർ എവിടെ നിൽക്കുന്നു? ഉമറിന്റെയും ഉസ്മാന്റെയും അതുപോലെ തന്നെ ഏതാണ്ട് പ്രധാനപ്പെട്ട 4 ഖലീഫമാരുണ്ട്. അവരുടെ എല്ലാം ജീവിത ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും. അതൊക്കെ വായിച്ചൊന്ന് പഠിക്കുക, എന്താണ് ഖലീഫമാർ എന്താണെന്ന്. ഒരു കാരണവശാലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഖലീഫമാരെ കുറിച്ച് ഈ മോശമായിട്ട് പറയാൻ യാതൊരു അവകാശവുമില്ല. സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കുകയും മറ്റുള്ളവരെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി സന്തുലിതമല്ല. മുഖ്യമന്ത്രിയുടെ മനസ്സ് ഏതെങ്കിലും ഒരു രീതിയിലുള്ള വർഗീയതക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇത്തരം ആളുകൾ ഭരണാധികാരി എന്ന നിലയിൽ അറിയപ്പെടാനും അർഹതയില്ല. ആയതുകൊണ്ട് ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സലാം.